ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെ ഉടൻ ചോദ്യം ചെയ്തേക്കില്ല. തിടുക്കപ്പെട്ട് ചോദ്യം ചെയ്യേണ്ട എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. ഇപ്പോൾ ചോദ്യം ചെയ്താൽ സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോൾ സിദ്ദിഖിന് അനുകൂലമാകുമെന്നാണ് വിലയിരുത്തൽ. സലീം മാലിക് ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്നാണ് സലീം മാലിക് റിപ്പോർട്ട് ചെയ്യുന്നത്. പറയൂ സലീം മാലിക്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഈ സിദ്ദീഖുമായി ബന്ധപ്പെട്ട കേസിൽ ഈ ചോദ്യം ചെയ്യൽ എപ്പോഴുണ്ടാകും എന്നൊരു സംശയമായിരുന്നു നേരത്തെ തന്നെ നിലനിന്നിരുന്നത്. ഇപ്പോൾ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട് തിടുക്കപ്പെട്ട് ചോദ്യം ചെയ്യേണ്ടതില്ല എന്നൊരു നിലപാടിലാണ് എത്തിയിരിക്കുന്നത്. വിശദമായ നിയമോപദേശം തേടിയതിനു ശേഷം ചോദ്യം ചെയ്യലാവാം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും പുതിയ നിലപാട്. അന്വേഷണ സംഘം ആ നിലപാടിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം സുപ്രീം കോടതിയിൽ 2 ആഴ്ചയ്ക്ക് ശേഷം ഈ കേസ് പരിഗണിക്കുമ്പോൾ അത് ഇപ്പോൾ ചോദ്യം ചെയ്ത അത് സിദ്ദീഖിന് അനുകൂലമായി മാറുമോ എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഇപ്പോൾ സിദ്ദീഖിനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഈ അടുത്ത തവണ ഇപ്പോൾ ഇടക്കാല ജാമ്യമാണ്. അടുത്ത 2 ആഴ്ചയ്ക്ക് ശേഷം ഈ കേസ് പരിഗണിക്കുമ്പോൾ നിലവിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് കഴിഞ്ഞു തന്നെ. അതുകൊണ്ട് തന്നെ തനിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നൊരു അപേക്ഷ സിദ്ദീഖ് മുന്നോട്ട് വയ്ക്കും. അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി അത് അംഗീകരിക്കാനുള്ള സാധ്യത ഇപ്പോഴേ അന്വേഷണ സംഘം മുൻകൂട്ടി കാണുന്നുണ്ട്. മാത്രമല്ല വിശദമായി ഈ തെളിവുകളെല്ലാം ശേഖരിച്ചതിന് ശേഷം സിദ്ദീഖിനെതിരെയുള്ള തെളിവുകൾ പരമാവധി സമാഹരിച്ച് കൊടുക്കുക, അതല്ലെങ്കിൽ അറസ്റ്റിലേക്ക് തന്നെ ഉറപ്പിക്കുക എന്ന നിലയിൽ മതി ചോദ്യം ചെയ്യൽ എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ നിലപാട്. അത് അങ്ങനെ തന്നെ വേണോ എന്നുള്ള കാര്യം നിയമോപദേശം തേടിയതിനു ശേഷം ഉറപ്പാക്കും. നിലവിൽ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട് ചില ചാറ്റുകൾ റിക്കവർ ചെയ്യാൻ അന്വേഷണ സംഘം അവരുടെ സഹായം തേടിയിട്ടുണ്ട്. ആ ചാറ്റുകൾ റിക്കവർ ചെയ്ത് കിട്ടാനുള്ള കാലതാമസം കൂടിയുണ്ട്. അതുകൂടി മനസ്സിലാക്കിയ പശ്ചാത്തലത്തിലാണ് നിലവിൽ അന്വേഷണ സംഘം ആ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നിലവിൽ ഈ 2 ആഴ്ച സമയപരിധിക്കിടയിൽ വേണമെങ്കിൽ അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യാം എന്നാണ് നിലവിൽ കോടതിയുടെ ഉത്തരവ്. അതുകൊണ്ട് തന്നെ സുപ്രീം അത് നിർബന്ധമായ ഒരു ചോദ്യം ചെയ്യൽ ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോഴും പോലീസിനെ അന്വേഷണ സംഘത്തിനെ കുഴയ്ക്കുന്നത് 2 ആഴ്ച സമയപരിധി കിട്ടിയിട്ടും എന്തുകൊണ്ട് അന്വേഷണ സംഘം സിദ്ദീഖിനെ ചോദ്യം ചെയ്തില്ല എന്നൊരു ചോദ്യം ഉയരുമോ എന്നുള്ളതാണ്. അതിനുള്ള മറുപടി എന്ത് പറയണമെന്നതുൾപ്പെടെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും തീരുമാനിക്കുക. അതേസമയം അന്വേഷണ സംഘത്തിന് മുൻപിൽ എപ്പോൾ വേണമെങ്കിലും ഹാജരാവാമെന്ന് സിദ്ദീഖ് അറിയിച്ചിട്ടുമുണ്ട്. SKN. ഓക്കെ, താങ്ക് യു സലീം മാലിക്.